ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് കറി വെക്കാനായിട്ട് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വെറും 5 മിനിറ്റിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇവിടെ ഞാൻ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 10 ചെറിയ ഉള്ളിയും ഒരു 15 വെളുത്തുള്ളിയും അതുപോലെ ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഈ ഒരു ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി ആ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളറൊക്കെ വരുന്ന രീതിയിലാവുന്ന അത്രയും സമയം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒരുപാട് സോഫ്റ്റ് ആയിട്ട് ഉടച്ചെടുക്കുകയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചൂടാറിയ ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു മസാലകളൊക്കെ ചട്ടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു വെള്ളത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉലുവ ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉലുവ എന്തായാലും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉലുവയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളി നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബത്തൽ മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ ബത്തൽ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീനാണുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഏത് മീൻ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ കിടന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തവി വെച്ചൊന്നും ഇളക്കി കൊടുക്കരുത്, മീൻ നന്നായിട്ട് ഉടഞ്ഞിട്ട് പോവും. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. താങ്ക്